ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എഗ് സമൂസ ഉണ്ടാക്കാൻ പോവാണ്. ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, എൻ്റെ പപ്പയുടെ റെസിപ്പിയാണ്. പപ്പ ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യുവാണേ. അപ്പോൾ അവിടുത്തെ ഒരു ഐറ്റമാണ് എഗ് സമൂസ. അപ്പോൾ അതിന്ന് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുവാണ് കേട്ടോ. വെക്കേഷനൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും വന്നുകൊണ്ട് പപ്പ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുട്ട പുഴുങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടി ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അപ്പം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്, അതുപോലെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് വാടാൻ വേണ്ടിയിട്ട്, ഒന്ന് വഴലാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സബോളയെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാല ചേർക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 3-4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ മുട്ടയെല്ലാം കൂടെ നല്ലതുപോലെ ഉടച്ച് ഈ മസാലയുടെ ഒപ്പം നമുക്കിതൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് വറ്റിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുവാണേ. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടെ നമ്മളിതിലേക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അതും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സമൂസ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ അറ്റം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിന് ശേഷം നമ്മളിങ്ങനെ ക്രോസ് പോലെ വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട നടുവേ മുറിച്ച് ഒരു പീസ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ മൈദ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിക്കുമ്പോൾ ടൈറ്റായിട്ട് തന്നെ ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് ഓയിൽ കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കിങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള സമൂസ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയാതെ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാമേ.